വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ പേറോളിൻ്റെ ഈ ഒരു സെഷനിൽ സാലറി ടെംപ്ലേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സാലറി ടെംപ്ലേറ്റ് എന്ന് പറയുമ്പം ഒരു എംപ്ലോയിൻ്റെ സാലറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു ടെംപ്ലേറ്റ് ആണ് സാലറി ടെംപ്ലേറ്റ്. അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇതിൽ ഏതൊക്കെ കോമ്പണൻസ് ആണ് ഈ എംപ്ലോയിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്, ലൈക്ക് PF, ESI ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സാലറി ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോഹോ പീറോഡിലെ സെറ്റിങ്സിൽ വന്നിട്ട് സാലറി ടെംപ്ലേറ്റ് എന്നുള്ളത് എടുക്കുക. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സാലറി ടെംപ്ലേറ്റിൻ്റെ നെയിമാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയിൻ്റെ സാലറി ടെംപ്ലേറ്റിൽ ബേസിക് പ്ലസ് ഡിയർനെസ് അലവൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഒരു എംപ്ലോയിക്ക് ഫിക്സഡ് സോറി ആ ഒരു എംപ്ലോയിക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടോ അതുപോലെ ഇൻഷുറൻസോ എംപ്ലോയി ഇൻഷുറൻസ് സ്കീമോ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കൊടുക്കുന്നത് അവരുടെ ആദ്യം നെയിം കൊടുത്തു, അതിനുശേഷം ഏണിങ്സിൽ ഡിയർനെസ് അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. ഈ ബേസിക് പേയിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പെർസെൻറ്റേജ് വൈസുള്ള ബേസിക് പേ ഉണ്ട്, അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബേസിക് പേ ഉണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം DA നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ഒരു ടെംപ്ലേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, PF ഇൻക്ലൂഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്. ഇവിടെ PF മാത്രമേ ഉള്ളൂ, ESI വരുന്നില്ല. അപ്പം നമ്മൾ നെയിം PF ഉള്ളി എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഏണിങ്സിലേക്ക് ബേസിക് ഫീൽഡ് ഫിക്സഡും അതേപോലെ ഡിയർനെസ് അലവൻസും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബെനിഫിറ്റ്സിലേക്ക് വന്നിട്ട് ബെനിഫിറ്റ്സിൽ നമ്മൾ അവരുടെ ആ ഒരു എംപ്ലോയറിൻ്റെ PF കോൺട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. നമ്മളിത് ജസ്റ്റ് സേവ് ചെയ്താൽ മതിയാവും ആ കോമ്പണൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്. ഇവിടെ നമുക്കൊരു പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് ഓപ്ഷനും കൂടെ കാണിക്കുന്നുണ്ട്. ആ എംപ്ലോയിൻ്റെ വേജിനുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ 15,000 റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ 12% സാലറിൻ്റെ 12% ആണോ എന്നുള്ളത് അത് നമ്മൾ അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ടെംപ്ലേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ആ ടെംപ്ലേറ്റിൽ വരുന്നുണ്ടാവുക PF ഉണ്ടാവും, ESI ഉണ്ടാവും. അപ്പം ഞാൻ PF ആൻഡ് ESI എന്നുള്ളൊരു കോമ്പണൻറ്റുള്ള ഒരു ടെംപ്ലേറ്റും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ അവരുടെ ഒരു ബേസിക് പേയ്മെൻറ്റ് ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡിയർനെസ് അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി ബെനിഫിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ആ PFൻ്റെ കോമ്പണൻറ്റും നമ്മൾ ആഡ് ചെയ്യണം, അതേപോലെ തന്നെ ESIൻ്റെ കോമ്പണൻറ്റും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളും എമൗണ്ട്സ് ഒക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഒരു സാലറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കാറ്റഗറി ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ടോ അത്രയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. എത്ര ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടോ, ചില എംപ്ലോയീസിന് PF മാത്രം ഉണ്ടാവാം, ചില എംപ്ലോയീസിന് PF ESI ഉണ്ടാവാം, ചിലവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അത്രയും ഗ്രൂപ്പ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്.